ബിരിയാണി ആയിരുന്നു. വിജയൻ സാർ ബിരിയാണി മേടിച്ചായിരുന്നു, ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയാണ് സ്നേഹമുള്ള സാറന്മാരെ. നീയൊക്കെ നിന്റെ ബർത്ത്ഡേക്ക് ഒരു കട്ടൻ ചായ മേടിച്ചു. സാറിന് ബിരിയാണിയുടെ കൂടെ സുലൈമാനി കിട്ടിയില്ലേ, അതെൻ്റെ വകയാന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ഗേറ്റ് വേലെ ബിരിയാണി കൊള്ളാം. വയറും തിരുമ്മിക്കൊണ്ടിരുന്നോ, ഊട്ടിക്ക് വരാൻ പറ്റുമെന്നേ നാളെ അറിയാം. ഒന്ന് പോ സാറേ, നല്ല ബിരിയാണി വരട്ടെ. साहब थोड़ा पानी दे दो साहब. साहब ഇത് ഏതാ സാധനം? ഇവിടെ പാനിങ് ഇനിയൊന്നുമില്ല. ജാओ ജാओ. साहब जी ऐसा मत बोलना साहब जी, बहुत गर्मी है साहब जी, थोड़ा पानी दीजिए. വെള്ളം വെള്ളം വലിയ തൊല്ലയല്ലോ. ഇത് പോകണമെന്നില്ല, ഇവിടെ പാനി ഇനിയൊന്നുമില്ല. ചുമ്മാ ഈ സാധനമൊക്കെ പിന്നെ മോട്ടിക്ക് ഇറങ്ങണം. जी हम गरीब है, ചോർ नहीं साहब जी. ഒരു വെള്ളം. എന്നെ പൊന്നു സാറേ, വെള്ളം ചോദിച്ചോ വന്നാ ഇപ്പൊ ചോറും കൊടുക്കാൻ. ജന്മൈത്രി പോലീസ് സ്റ്റേഷൻ है ना, थोड़ा पानी दीजिए. ഒന്ന് പോകണമെന്നില്ല, ഇവിടെ എങ്ങും പാനിയും കീഴിയും ഒന്നുമില്ല. ചുമ്മാ ഇവിടുന്ന് വെള്ളം ഉണ്ടാക്കല്ലേ. പോയ ഇവിടെ വേറൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും നീ साहब जी बहुत प्यास है, थोड़ा पानी दे दो साहब जी, ठंडा पानी. വെള്ളം വെള്ളം. അതിലാണോ നീ കിടന്ന് വെള്ളം ഉണ്ടാക്കണേ? നീ വല്ലതും കഴിച്ചോടി വന്നേ? खाना नहीं साहब, पानी पानी, ठंडा पानी. ഷാജി, നീ ഒരു കാര്യം ചെയ്യും. നമ്മുടെ സാബ് മാലയിട്ടൊക്കെ ഒന്ന് അറിയാൻ വേണ്ട ബിരിയാണി മേടിച്ചിട്ടില്ലേ, അത് എടുത്തോണ്ട് ഈ പെൺകൊച്ചിന് കൊടുക്ക്. എന്റെ പിറന്നാളായിട്ട് നല്ലതാരും ചെയ്തേക്കാം. പാവം അവള് കഴിക്കട്ടെ. പട്ടിണി ഞാൻ തോന്നുന്നു, ആകെ നെലിഞ്ഞു ഇരിക്കണില്ലേ. बहुत शुक्रिया साहब जी, आप तो दीर्घनाൾ वाया है. हैप्पी बर्थडे साहब जी, हैप्पी बर्थडे. കിണിച്ചോണ്ട് പോയാ ബിരിയാണി എടുത്തോടാ. ശരി സാർ. ബിരിയാണി മക്കളുടെ ഒരു പാനി. പിറന്നാളായിട്ട് നല്ല കാര്യം ചെയ്യല്ലേ. നമുക്കിത് ഫേസ്ബുക്കിലും ഗ്രൂപ്പിലും എല്ലാം ഇടണം, ഫോട്ടോ എടുത്തിട്ട്. ഇതിനറിയോ ജനമൈത്രി പോലീസ് എന്താന്ന് നാട്ടുകാരറിയാം. സാറേ ബിരിയാണി സാറ് കൊടുക്ക. എന്നാടി വെച്ചേ साहब पानी दी. എടാ, നീ വെള്ളം എടുത്തില്ലേ? ഓടിപ്പോയി വെള്ളം എടുത്തോ, എന്നിട്ടാണ് എനിക്ക് ഇത് ഫോട്ടോ എടുക്കാനായിട്ട്. साहब आप बहुत अच्छा आदमी है, आप दीर्घनाൾ वाया है. അതുകൊണ്ട് അമ്മൂമ്മയുടെ വാഴ. എടാ, ആ ഫോൺ എടുത്തിട്ട് ആ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയേ, ഹിന്ദിയിൽ വാഴക്ക് എന്താ അതിന്റെ മീനിങ് എന്ന്. എന്നാടി വെച്ചേ ഇത് പിടിച്ചു. साहब आप दीर्घनाൾ. വാഴഹല്ല, ഏത്തവാഴഹേ. बहुत धन्यवाद ഏത്തവാഴ जी, आप दीर्घनाൾ. മതി എന്റെ പൊന്നു പെങ്ങളെ, നീ പോയി കഴിക്ക്, ഞാൻ ഫോട്ടോ പിന്നെ എടുത്തോളാം. ഒരു ബിരിയാണി വേണം നോക്ക്. കണ്ടടാ ഷാജി, അത്രേ നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഏത്തവാഴ പൊന്നു സാറെ ഒഴിവായി പോകാൻ വേണ്ടി പറഞ്ഞല്ലേ, അവള് വെറുതെ. ഏത്തവാഴ जी बहुत अच्छा आदमी है, ബാക്കി दोनों കളി भी. അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്നേ, അതൊക്കെ ഞാൻ നോക്കണം, ഒരു കുഴപ്പമില്ല. അതൊരു സീനുമില്ല, പേടി. സാറേ अरे ऐतवारा साहब जी, इसमें अच्छा नहीं, अच्छा लेके आओ. आओ. ഇപ്പൊ അവൾ അച്ചാറ് ചോദിച്ചു, ഞാൻ അകത്തുനിന്ന് പപ്പടോടാണ്ട് എടുത്തു കൊടുത്ത്. अरे बेवकूफ, अच्छा लेके आओ, पापड़ वाला नहीं, लेके आ. നല്ലൊരു ബർത്ത്ഡേ ആയിട്ട് പൈൽസും നമ്മൾ ഒന്നിച്ച് വന്നോലായല്ലോ. ഫേസ്ബുക്കിലിടാൻ ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾ അന്നേരം തന്നെ ഒഴിവാക്കി വിട്ടാലേ. സാർ ആവശ്യമില്ലാണ്ട് വെറുതെ. ऐतवारा जी ഷാജി, നീ അതിൽ കാര്യം ചെയ്യും, നീ അതിൽ കടയിൽ പോയി കുറച്ച് അച്ചാർ മേടിച്ചോണ്ട് കൊടുത്തരേ. അല്ലെങ്കിൽ പിന്നെ ഇതുങ്ങളെല്ലാം കൂടെ കൂടളകി വന്നിട്ട് സ്റ്റേഷനാക്കണമെന്ന് വെച്ചാൽ വിഴിഞ്ഞ സ്റ്റേഷന്റെ അവസ്ഥയായി പോകും. ഇപ്പോഴാണെങ്കിൽ ജീവനും ബാക്കിയുണ്ട്. സ്വാമി ശരണയ്യപ്പ.